Next, rectangle of greatest area in an ellipse. Use the method of Lagrange's multiplier to find the dimension of the rectangle of greatest area that can be inscribed in an ellipse. X square by 16 plus y square by 9 equal to 1 with the side parallel to the coordinate axis. ഇതാണ് തന്നിരിക്കുന്ന എലിപ്സ്. ഈ എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 എന്ന് പറയുന്ന എലിപ്സ്. ഇതാണ് ആ എലിപ്സ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം? റെക്റ്റാങ്കിൾ വെക്കണം. ഗ്രേറ്റസ്റ്റ് ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ. അപ്പം റെക്റ്റാങ്കിൾ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുന്ന ഒരു റെക്റ്റാങ്കിൾ. അതിൻ്റെ ലെങ്ത് എക്സ് ആണെന്ന് വിചാരിക്കുക. ലെങ്ത് എക്സ്, വിഡ്ത്ത് വൈ. അപ്പം ലെങ്ത് എക്സ്, ഇതാണ് എക്സ്. ഇതിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ് എക്സ്, വിഡ്ത്തിൻ്റെ പകുതിയാണ് വൈ. അപ്പം ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പം ഏരിയ ഈക്വൽ ടു ലെങ്ത് എന്ന് പറയുന്നത് 2x ആയിരിക്കും, വിഡ്ത്ത് എന്ന് പറയുന്നത് 2y ആയിരിക്കും. അപ്പോൾ ഏരിയ എ ഈക്വൽ ടു 4xy. അപ്പം എഫ് എന്ന് പറയുന്ന 4xy ആണ്. ജി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എലിപ്സ് ആണ്. ഇതാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണണം, എന്ത് ചെയ്യണം? ഡെൽ എഫ് കാണണം, അല്ലെങ്കിൽ ഡെൽ എ കാണണം, ഡെൽ ജി കാണണം. ഡെൽ എ ഈക്വൽ ടു ലാംഡ ഡെൽ ജി. അത് നമ്മൾ എടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. 4y ഈക്വൽ ടു എക്സ് ബൈ 8 ലാംഡ എന്നൊരു ഇക്വേഷൻ കിട്ടും. 4y ഈക്വൽ ടു എക്സ് ബൈ 8 ലാംഡ. ഇതാണ് കിട്ടുന്നത്. 4y ഈക്വൽ ടു എക്സ് ബൈ 8 ലാംഡ. അതിനകത്ത് ലാംഡയുടെ വാല്യൂ 32y ബൈ എക്സ് എന്ന് കിട്ടും. 32y ബൈ എക്സ്. അത് നമ്മൾ 4x ഈക്വൽ ടു 2y/9 ലാംഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് 4x ഈക്വൽ ടു 2y/9 ലാംഡയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം വൈയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 3/4x എന്ന് കിട്ടി. ഇത് മുകളിൽ സോൾവ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 3/4 പ്ലസ് ഓർ മൈനസ് 3/4x എന്ന് കിട്ടി. y ഈക്വൽ ടു അത് നമ്മൾ തന്നിരിക്കുന്ന എലിപ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. അവിടെ വൈയുടെ വാല്യൂ ആണ് പ്ലസ് ഓർ മൈനസ് 3/4x. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതാണ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2√2 എന്ന് കിട്ടും. മൈനസ് കിട്ടൂല, മൈനസ് ശരിയാവില്ല, ലെങ്ത് മൈനസ് ആവില്ല. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 2√2 എന്ന് കിട്ടും. വൈ ഈക്വൽ ടു 3√2/2 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് എന്താണ്? ലെങ്ത് 2x ആണ്. ലെങ്ത് 2x 4√2, വിഡ്ത്ത് 2y ആണ്. അത് 3√2 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, എക്സ്ട്രീം ഓൺ എ സർക്കിൾ. ഫൈൻഡ് ദ മാക്സിമം മിനിമം വാല്യൂസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഈക്വൽ 0. അപ്പം ജി ഇതാണ്. അപ്പോൾ നമ്മൾ ഡെൽ എഫ് കണ്ടു, ഡെൽ ജി കണ്ടു. ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എഴുതി. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പം ആദ്യത്തേൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് നിന്ന് 2x ഈക്വൽ ടു 2 ലാംഡ എക്സ്, 2x ഈക്വൽ ടു 2x മൈനസ് 2 ലാംഡ. ഇത് കിട്ടി. ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഇതാണ് കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ ഇതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു ഇത് കിട്ടി. എക്സ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ ലാംഡ മൈനസ് 1. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്ത് ചെയ്തു? രണ്ടാമത്തേൻ്റെ അകത്ത് നിന്ന് 2y ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2y മൈനസ് 4. അത് കിട്ടി. 2y ഇൻറ്റു അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്തു. ഇത് കിട്ടി. അപ്പോൾ വൈയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 1ഉം 2ഉം കൂടെ കൂടിയാലോ. 1ഉം 2ഉം 1 ഈക്വൽ ടു ലാംഡ ബൈ ലാംഡ മൈനസ് 1ഉം എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 2 ലാംഡ ബൈ
ലാംഡ മൈനസ് 1. അപ്പം എക്സിൻ്റെ ഇരട്ടിയാണ് വൈ. അപ്പോൾ എന്ത് കിട്ടും? y ഈക്വൽ ടു 2x എന്ന് കിട്ടി. ഫ്രം 1 and 2 1 and 2 y ഈക്വൽ ടു 2x. അത് നമ്മൾ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എക്സ് ടേക്കിംഗ് ഔട്ട് സൈഡ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പം എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ? y ഈക്വൽ ടു 2x. വൈയും 0 ആയിരിക്കും. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ എന്താ? y ഈക്വൽ ടു 2x ആണ്. y ഈക്വൽ ടു 4. അപ്പം എക്സ് ഈക്വൽ ടു y ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു 0. അപ്പം 0 0യിൽ എത്രയായിരിക്കും? ഈസ് മിനിമം വാല്യൂ 0 അതിന് 2 4ൽ മാക്സിമം വാല്യൂ കിട്ടും. അതാണ് എഫ് ഓഫ് 0 ആയിരിക്കും മിനിമം ആൻഡ് എഫ് ഓഫ് 2 4 ആണ് മാക്സിമം. 0യിൽ എത്ര കിട്ടുക? 0. 2 4ൽ 20 ആണ് കിട്ടുക. ഇതാണ് വാല്യൂസ്. ഓക്കെ. നെക്സ്റ്റ്, എക്സ്ട്രീമ ഓൺ എ സർക്കിൾ. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് 3x മൈനസ് y പ്ലസ് 6. അപ്പോൾ എഫ് ഇതാണ്. സബ്ജക്ട് ദ കൺസ്ട്രെയിൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 4. അപ്പം ജി ഇതാണ്. അപ്പം നമ്മൾ ഡെൽ എഫ് കണ്ടു, ഡെൽ ജി കണ്ടു. ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എഴുതി. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഈക്വൽ ടു 2 ലാംഡ എക്സ്. 3 ഈക്വൽ ടു 2 ലാംഡ എക്സ് കിട്ടി. അതിനകത്ത് ലാംഡയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1. അടുത്തത് എന്താണ്? -1 ഈക്വൽ ടു 2 ലാംഡ വൈ. -1 ഈക്വൽ ടു 2 ലാംഡ വൈ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ -x/3 എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 ലാംഡ. ഇനി നമ്മൾ എന്ത് ചെയ്യും? വൈയുടെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. വൈയുടെ വാല്യൂ -x/3 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -x/3. അപ്പോൾ 10x സ്ക്വയർ ഈക്വൽ ടു 4. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10x സ്ക്വയർ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 10x സ്ക്വയർ ഈക്വൽ ടു 4. That is equal to 10x square equal to 4. X equal to plus or x equal to 10x square 10x square equal to 36 ആയിട്ടാണ്. സോറി, 10x square equal to 36. 10x square equal to 36 ആണ്. സോറി, ഇവിടെ 36 ആണ്. 10x square equal to 36. അപ്പോൾ x equal to plus or minus 6/√2 √10. അപ്പം എക്സിൻ്റെ വാല്യൂ +6/√10 ആണെങ്കിൽ വൈയുടെ വാല്യൂ -2/√10 ആണ്. എക്സിൻ്റെ വാല്യൂ -6/√10 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2/√10 ആണ്. അപ്പം അതാണ് കിട്ടിയത്. അപ്പം എക്സിൻ്റെ വാല്യൂ 6/√10ഉം വൈയുടെ വാല്യൂ -2/√10ഉം ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ 12.325. ഇനി എക്സിൻ്റെ വാല്യൂ -6/√10ഉം വൈയുടെ വാല്യൂ 2/√10ഉം ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ -0.325 ആണ്. അപ്പം ഇവിടെയാണ് മാക്സിമം വാല്യൂ കിട്ടുക. ഇവിടെയാണ് മാക്സിമം വാല്യൂ കിട്ടുക. അത് ഇതാണ്. ഇവിടെയാണ് മിനിമം വാല്യൂ കിട്ടുക. അത് ഇതാണ്. ഓക്കെ. നെക്സ്റ്റ്, മിനിമം ഡിസ്റ്റൻസ് ടു ദ ഒറിജിൻ. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ സർഫസ് XYZ ഈക്വൽ ടു 1 ക്ലോസസ്റ്റ് ടു ദ ഒറിജിൻ. അപ്പോൾ ഇവിടെ എക്സും വൈയും സെഡും ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ FXYZ ഈക്വൽ ടു x² + y² + z². അതാണ് എഫ്. അതാണ്. ദെൻ ജി എന്ന് പറഞ്ഞാൽ XYZ ഈക്വൽ ടു 1 ആണ്. G of XYZ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് XYZ -1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത്
ഡെൽ എഫ് കണ്ടു, ഇത് ഡെൽ എഫ്, ഇത് ഡെൽ ജി. ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി. അപ്പോൾ എന്ത് കിട്ടി? 2x ഈക്വൽ ടു ലാംഡ വൈ എക്സ്, 2y 2z, ഇത്രയും കിട്ടി. അപ്പോൾ 2x ഈക്വൽ ടു ലാംഡ വൈ സെഡ്, ലാംഡ വൈ സെഡ്. അതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ ഈക്വൽ ടു ലാംഡ എക്സ് വൈ സെഡ് എന്ന് കിട്ടി. ഇനി നമ്മൾ എടുക്കുന്നത് 2y ഈക്വൽ ടു ലാംഡ എക്സ് സെഡ് എന്ന് എടുക്കുന്നു. 2y ഈക്വൽ ടു ലാംഡ എക്സ് സെഡ്. അതിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y സ്ക്വയർ ഈക്വൽ ടു ലാംഡ എക്സ് വൈ സെഡ്. 2ഉം 3ഉം ഈക്വൽ ആണ്. അപ്പം 2x സ്ക്വയർ ഈക്വൽ ടു 2y സ്ക്വയർ. അപ്പം 2x സ്ക്വയർ ഈക്വൽ ടു 2y സ്ക്വയർ ഫ്രം 1 and 2. അതുകൊണ്ട് x സ്ക്വയർ ഈക്വൽ ടു y സ്ക്വയർ. അപ്പോൾ y ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് എക്സ്. അത് കിട്ടി. ഇനി നമ്മൾ ഇതിന് ഇതാ 2z ഈക്വൽ ടു ലാംഡ എക്സ് വൈനെ നമ്മൾ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2z ഈക്വൽ ടു, ഇതിനെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2z ഈക്വൽ ടു ലാംഡ എക്സ് വൈയെ സെഡ് കൊണ്ട് അല്ല 2z സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2z സ്ക്വയർ ഈക്വൽ ടു ലാംഡ എക്സ് വൈ സെഡ്. ദെൻ 1 and 3, 1 2x സ്ക്വയർ ആണ്, 3 2z സ്ക്വയർ ആണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഫ്രം 1 and 2 2x സ്ക്വയർ ഈക്വൽ ടു 2z സ്ക്വയർ. അപ്പോൾ z സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ, z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്. ഇതുണ്ടോ? y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്, z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്. നമുക്കറിയാം എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 ആണ്, എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 ആണ്, എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 ആണ്. അപ്പം എക്സ്, ഇത് y, ഇത് സെഡ് ഈക്വൽ ടു 1. അപ്പം എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നാണ് കിട്ടുക. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എക്സ് പ്ലസ് 1, എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 ആണ്. എക്സ് പ്ലസ് 1 ആണെങ്കിൽ വൈയും സെഡും പ്ലസ് 1 എടുക്കാം. അപ്പം എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി എക്സ് 1 ആണെങ്കിൽ വൈയും സെഡും നെഗറ്റീവ് എടുക്കാം. അപ്പം 1 -1 -1 കിട്ടും. ഇനി എക്സ് -1 ആണെന്ന് വിചാരിക്കുക, എക്സ് -1. അപ്പം -1 ആണെങ്കിൽ, എക്സ് -1 ആണെങ്കിൽ എക്സ് വൈ സെഡ് ഈക്വൽ ടു 1 കിട്ടണമെങ്കിൽ എക്സ് -1 ആണെങ്കിൽ ഒന്നുകിൽ y -1ഉം സെഡ് 1ഉം. അപ്പം -1 -1 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ y 1ഉം സെഡ് -1. അപ്പോൾ ഇങ്ങനെയാണ്. ഈ 4 പോയിന്റാണ്. 1 1 1 1 -1 -1 -1 -1 1 -1 1 -1. ഇതാണ് ആ 4 പോയിന്റ്. ഓക്കെ.